ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടേ പറ്റൂ എന്ന് മാപ്രകളുടെ നിരന്തരമായ ആവശ്യത്തിനൊടുവിലാണല്ലോ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിടുകയും പിന്നാലെ പലരും രംഗത്തെത്തി ഉണ്ടയുള്ളതും ഉണ്ടയില്ലാത്തതുമായ വെടിപൊട്ടിക്കുകയും അതിൽ അമ്മയുടെ ഭാരവാഹികളായിരുന്ന സിദ്ദിഖിന്റെയും ബാബുരാജിന്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ, ഇടവേള ബാബുവിന്റെയും ഒക്കെ പേരുകൾ വന്നതോടെയാണല്ലോ പരാതികൾ ഉയരുകയും രാജിയിലേക്ക് പോയത്. പകരം ആളുകളെ കോപ്റ്റ് ചെയ്യാതെ കമ്മിറ്റി തന്നെ രാജിവെക്കാവുന്ന മോഹൻലാലിന്റെ തീരുമാനം നടപ്പിൽ വരികയും ചെയ്തു. ന്യായീകരിക്കാനാവാത്ത നിലപാടായിപ്പോയി മോഹൻലാലിൻ്റെത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പലർക്കും അമർഷം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അറിഞ്ഞത് ഈ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട ഈ കമ്മിറ്റി മുഴുവൻ രാജിവെക്കാമെന്ന് മോഹൻലാൽ വാശി പിടിച്ചത് അതിൽ ചില ജനറൽ സെക്രട്ടറി ആവാനും പ്രസിഡന്റ് ആവാനും ഒക്കെ ഉടുപ്പടിച്ച് നടന്ന ചിലരുടെ വെപ്രാളവും ചിലരുടെ എന്താ പറയുക തരം കണ്ടതുപോലുള്ള വർത്തമാനവും ഒക്കെ വന്നതുകൊണ്ടാണ് ബുദ്ധിമാനായ മോഹൻലാൽ അത് വേണ്ട, ആ പരാതിയുള്ളവർ മാത്രമായിട്ട് അങ്ങനെ രാജിവെക്കേണ്ട, നമുക്ക് മൊത്തം അങ്ങ് രാജിവെച്ചേക്കാം, പുതിയ ഭാരവാഹികൾ വരട്ടെ എന്ന് തീരുമാനിച്ചതെന്ന് പറയുന്നു.